Hi my dear friends, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഓഫ് ലവേഴ്സ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ്, PK മുഖോപാധ്യായ് എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ശരിക്കും. സി ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അല്ലേ. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ എസ്, ഇറ്റ്സ് വെരി കോംപ്ലെക്സ് ഫോർ എസ് ടു എക്സ്പ്ലെയിൻ ദ സെയിം. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റോറിയാണ് ശരിക്കും പ്രൈസ് ഓഫ് ലവേഴ്സ് എന്ന് പറയുന്നത്. രക്തബന്ധങ്ങൾ, ബ്ലഡ് റിലേഷൻ, ഒരു ബ്രദറിനോടുള്ള സ്നേഹം, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ ആത്മബന്ധങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ശരിക്കും ഈ സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ ലെറ്റ് us read the summary. Price of Flowers is a story written by PK മുഖോപാധ്യായ്, പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓതേഴ്സ് നെയിം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി സ്വീറ്റ് ആൻഡ് സ്മോൾ സ്റ്റോറി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ സിമ്പത്തി. After reading this book, the reader found themselves silent for some time because of the silent environment built by the story. The story is really poignant. See, ആ ഒരു കോൺഫിഡൻസ് നോക്കിയ ഓതറിൻ്റെ സത്യമാണ്. നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, യു ഹാവ് ടു റീഡ് ദി സ്റ്റോറി അറ്റ്ലീസ്റ്റ് വൺസ് ബിഫോർ യു ആർ ഗോയിങ് ഫോർ ദ എക്സാമിനേഷൻ. എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം. എക്സാമിനേഷൻ പർപ്പസിന് മാത്രമല്ല, ലൈഫിലാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോയ ഒരു സ്റ്റോറിയാണ്. നമ്മളൊരു വായിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടൈമിലേക്ക് നമ്മൾ കുറച്ച് സൈലൻ്റ് ആവും. കാരണം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് സങ്കടം വരുന്ന രീതിയിലാണ് ശരിക്കും ഈ സ്റ്റോറി തന്നെ മോൾഡ് ചെയ്തിരിക്കുന്നത്. ഗുപ്ത വാസ് എൻ ഇന്ത്യൻ ലിവിങ്. ഗുപ്ത ഒരു ക്യാരക്ടറാണ് ഇതിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സ്റ്റോറിയിൽ. ഗുപ്ത വാസ് എൻ ഇന്ത്യൻ ലിവിങ് ഇൻ ലണ്ടൻ. വൺസ് ഹി മെറ്റ് ആൻ ഇംഗ്ലീഷ് ഗേൾ ഇൻ എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഹെർ നെയിം വാസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഷി വാസ് കോൾഡ് മാഗി. മാഗി എന്നായിരുന്നു നമ്മൾ ആ പേര് കൂടുതൽ യൂസ് ചെയ്യുന്നത് മാഗിയാണ്. ഓക്കെ, ഷി വാസ് 13 years old. She was working as a typist in a nearby office. She belonged to a poor family. She wanted to know if Gupta was an Indian. Her brother Frank was in military service in India. India was supposed to be a land of tigers, snakes, fever. See, അത്തരം ഒരു വിശ്വാസമുള്ള ഒരാളായിരുന്നു ശരിക്കും മാഗി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. നമുക്ക് നോക്കാം. സോ her mother was anxious about her son. അങ്ങനത്തെ കുറച്ച് സ്റ്റോറികൾ തന്നെ ഇന്ത്യനെ കുറിച്ച് അവിടെ ഇവിടെ കേട്ടിട്ടുള്ള കുറച്ച് റൂമേഴ്സ് പോലുള്ള സ്റ്റോറികൾ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് വളരെ പേടിയായിരുന്നു, മാഗിയുടെ അമ്മയ്ക്ക്, അതായത് മാഗിയുടെയും ബ്രദറിൻ്റെ അമ്മയ്ക്ക്. ഗുപ്ത offered to go with Maggie to her house to meet her mother. He told the mother that she need not worry about her son's safety in India. He was shown a crystal ring sent by Frank. The mother and the daughter wanted him to look into the crystal ring and say how Frank was. But Gupta told them that he would not see anything. Later he became close to the family. He took Maggie out several times. അങ്ങനെ ഒരു ബോണ്ട് അവിടെ ഉണ്ടാവുകയാണ്. മാഗിയും ഈ ഗുപ്ത എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ നല്ലൊരു ബോണ്ട് അവിടെ ഉണ്ടാവുകയാണ്. One day Gupta received news that Maggie's mother was not well. He went to their house immediately. Maggie told him that her mother was worried about her son and hence sick. Obviously നമുക്കറിയാമല്ലോ, ഒരു അമ്മ മകനെ കുറിച്ച് വളരെ കുറച്ച് വേവലാതി കൂടുതലായിരിക്കും. അത് മറ്റൊരു രാജ്യത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവും. അത് കാരണമാണ് പനി വന്നത്, സിക്കായത്. She wanted him to gaze into the crystal again and see that the son was safe. Gupta did not hesitate to tell such a lie to the mother. The mother soon became well. See, ആ ഒരു റിങ്ങിൽ ഒരു വിശ്വാസമാണ് അതല്ലേ. ആ ഒരു വിശ്വാസത്തിൽ ആ റിങ്ങിൽ നോക്കിയിട്ട് ഗുപ്ത ഒരു കള്ളം പറഞ്ഞു, മകൻ സേഫ് ആണ്. ശരിക്കും അതിൽ നോക്കിയാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല. പക്ഷേ ആ അമ്മയുടെ ഒരു സുഖത്തിനും സൗഖ്യത്തിനും വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു, എന്താണ്, മകൻ സുഖമായിട്ടിരിക്കുന്നു എന്ന്. The mother soon became well. Later Gupta was shocked to learn that Frank had died in the war. He had died even before the false information was given to the mother. Gupta felt very sad about it. He was leaving for India to take up a new job. Maggie met him before his departure. She gave him a shilling to buy flowers and placed them on her brother's grave in Punjab. After she had gone, Gupta wiped the tears from his eyes and went upstairs to pack his bags. സി, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലോ അവസാനമാകുമ്പോൾ കുറച്ച് ട്രാജഡിക് ആയിട്ടാണ് സ്റ്റോറി വൈൻഡപ്പ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോകാൻ അതിൻ്റെ തയ്യാറെടുപ്പുകൾക്കിടയിൽ അറിഞ്ഞു എന്താണ് ഈ മാഗിയുടെ ബ്രദർ ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം. ശരിക്കും ഈ ഒരു റിങ് നോക്കിയിട്ട് മകൻ സുഖമാണെന്ന് ആ അമ്മയോട് പറയുന്ന ആ നിമിഷത്തിന് മുൻപ് തന്നെ ആ ബ്രദർ ശരിക്കും മരിച്ചിരുന്നു ആ ഒരു യുദ്ധത്തിൽ. അപ്പോൾ അതിനുശേഷം കുറച്ച് പൂക്കൾ വാങ്ങിക്കാനുള്ളൊരു പൈസയും കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവകുടീരത്തിൽ അവിടെ വെക്കണം എന്ന് മാഗി കൊടുത്തു. സോ അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോണ്ടല്ല, ഒരു റിലേഷനും ഇല്ല ശരിക്കും മാഗിയും ഗുപ്തയും തമ്മിലുള്ള ക്യാരക്ടർ തമ്മിൽ. ബട്ട് ദർ വാസ് സംതിങ്, അത് നമുക്ക് ഫീൽ ചെയ്യാം.
അതാണ് ശരിക്കും സക്സസ് ഓഫ് ദ ഓതർ, റൈറ്റ്? സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊരു വളരെ ഷോർട്ട് സമറി ആയി പോയി ശരിക്കും മറ്റ് ചാപ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് യു നോ ഇറ്റ്സ് എ വെരി ലെങ്തി ലെസൺ, വളരെ ലെങ്ത് ഉണ്ട് ആ ലെസണിന്. ശരിക്കും വായിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ബട്ട് ഐ സജസ്റ്റ് യു ഗൈസ്, യു ഹാവ് ടു റീഡ് ദ സ്റ്റോറി ബിക്കോസ് സോ മെനി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ലൈക്ക് ഡയറി, യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദ എക്സാമിനേഷൻ. ഡയറി ചോദിക്കാം, ടെലിഫോണിക് കോൺവെർസേഷൻ ചോദിക്കാം, ലെറ്റർ ചോദിക്കാം. ശരിക്കും ഈ ഗുപ്ത അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. ഗുപ്ത എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷം മാഗി ക്യാൻ റൈറ്റ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്, റൈറ്റ്? സിമിലർലി മാഗിയുടെ സ്റ്റോറിയും അതിൻ്റെ വീടും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഗുപ്ത ക്യാൻ ഈവൻ റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. there are two scopes, right? That is a possibility. Similarly, രണ്ടുപേരും ഡയറി is a possibility. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം a telephonic conversation between these two guys, that means Gupta and Maggie, that is also a possibility. See, lot of possibilities are there, right? So I always suggest read this lesson very carefully because ഇൻസിഡൻസ് അറിയാതെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇത്തരം കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ആ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ കൊടുത്ത ആ ഒരു പൈസയുടെ കാര്യം, റിങ്ങിൻ്റെ കാര്യം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ്. യു ഹാവ് ടു കോട്ട് ദിസ് അറ്റ് കറക്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ പോയി എഴുതിയിട്ട് കാര്യമില്ല, കറക്റ്റ് സിറ്റുവേഷൻസിൽ കോട്ട് ചെയ്യാൻ പഠിക്കണം. ആൻഡ് ഉറപ്പിച്ചോളൂ, ദ മസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷുവർ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ലെസൺ ഇസ് ക്യാരക്ടർ സ്കെച്ച്. ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതിൽ തന്നെ ഉണ്ട് ശരിക്കും ക്യാരക്ടർ സ്കെച്ച്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ടിവിറ്റി 3 ശരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്യാരക്ടർ സ്കെച്ച്. അവർ പറഞ്ഞിരിക്കുന്ന മാഗി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച്, ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഓഥർ മോൾഡ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ശരിക്കും ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ തിങ്സ് യു ക്യാൻ ആഡ് ഇൻ സച്ച് എ ക്യാരക്ടർ സ്കെച്ച്? മാഗിയുടെ കേസ് വരുവാണെങ്കിൽ first you can explain the appearance of that character, right? How the author has portrayed that character. That is a very important paragraph. കാരണം ഓഥറിൻ്റെ മനസ്സിൽ നിന്നാണ് ശരിക്കും ഈ ഒരു കഥാപാത്രം ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോറിയിൽ, that you can make into a paragraph. Appearance, 13 years old, anxious figure, large eyes, very confident she was, right? Throughout the story, ഈ ഒരു സാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ പോലും ഷി വാസ് വെരി കറേജിയസ് ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ, വെരി മെച്യൂർഡ്, റൈറ്റ്? അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, അമ്മയോടുള്ള ഒരു പെരുമാറ്റം എങ്ങനെയാണ്? ഗുപ്ത എന്ന് പറയുന്നത് വളരെ ഒട്ടും തന്നെ പരിചയമില്ലാത്ത ഒരാളാണ് അല്ലേ, വെരി സ്ട്രേഞ്ചർ, ബട്ട് ഹൗ ഷീ ട്രീറ്റഡ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. റെസ്പെക്ട്ഫുൾ ആണ്, കെയറിങ്, വേർ ടുവേർഡ്സ് ഹെർ മദർ, ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ ക്വാളിറ്റീസ്, ട്രേറ്റ്സ്, ഗുണങ്ങൾ, എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? വെരി ഹാർഡ് വർക്കിംഗ്, റൈറ്റ്? ശരിക്കും പുള്ളിക്കാരി വളരെ ബ്രെയിൻ വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്തരം ഇൻസിഡൻസ് ഒക്കെ ആ സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വിച്ച് യു ക്യാൻ കോട്ട് ഇൻ ദീസ് കൈൻഡ് ഓഫ് ആൻസേഴ്സ്. ഹാർഡ് വർക്കിംഗ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, പൊളൈറ്റ് മാനേഴ്സ് അല്ലെ, വളരെ വളരെ ശാന്തവും നല്ല രീതിയിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ക്യാരക്ടർ സ്കെച്ച് യു ക്യാൻ ആഡ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ക്യാരക്ടർ, അബൌട്ട് ദാറ്റ് ഗേൾ. മാഗി ആണെങ്കിൽ മാഗിനെ കുറിച്ച് നിങ്ങൾക്കുള്ളൊരു ഒപ്പീനിയൻ, അഭിപ്രായം എന്താണെന്നുള്ളത് യു ക്യാൻ ആഡ്. ബട്ട് always make sure that you are adding these kind of your personal opinions towards the end of the character sketch, okay? And in my suggestion you can even add whose character is this, like Prabhat Kumar Mukhopadhyayയുടെ Price of Flowers എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് പ്രോമിനൻറ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അല്ലേ, സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് you can start the character sketch like that. That is also a very good beginning. See, always make sure your beginning and conclusion is very attractive because that will give you the maximum marks. If you start or if you can give a very good beginning, make sure, my dear students, you are going to get full marks. Also make sure that such conclusions, പല ടീച്ചേഴ്സ് ശരിക്കും വാല്യൂ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ആൻഡ് അത് ശരിയാണ്. എപ്പോഴും നിങ്ങളുടെ ബിഗിനിങ് ഓഫ് ദ ആൻസർ വളരെ അട്രാക്റ്റീവ് ആക്കുക, സോ ദാറ്റ് ടീച്ചറിന് കുറച്ചൊരു കോൺഫിഡൻ്റ് ആവും ആൻസറിൽ, ആ സ്റ്റുഡൻറ്റിൽ അല്ലേ, she or he is very good in writing the answer. So the teacher will directly go towards the conclusion of the answer. She will not find time to read all the sentences. See, അത് നിങ്ങൾക്കൊരു ശരിക്കൊരു ലൂപ്പ് ഫോൾ ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ബിഗിനിങ് കൊടുക്കാൻ പറ്റും. Similarly conclusion also. ഏത് ആൻസർ ആണെങ്കിലും you have to follow that. Okay, so make sure you have very good caliber in this character sketch. മാഗിയുടെ വരാം, അതുപോലെ തന്നെ ഗുപ്ത is also very good possibility, ഗുപ്തയുടെയും വന്നിട്ടുണ്ട്. So these two characters are very important. And as I told you, letter to a friend, diary, telephonic conversation, രണ്ട് കേസിലും മാഗി ആവട്ടെ അതുപോലെ തന്നെ ഗുപ്ത ആവട്ടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നറേഷൻ വരാം, ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ദി സ്റ്റോറി വരാം, ആൻഡ് ക്യാരക്ടർ സ്കെച്ച് വരാം, അങ്ങനെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് റൈറ്റപ്പ്.
വാട്ട് ഈസ് എ റൈറ്റപ്പ്? ഒരു എസ്സേ എന്താണ് ഒരു റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാഗ് ലൈനിനെ സംബന്ധിക്കുന്ന ഒരു പാരഗ്രാഫ്. ഒരു റൈറ്റപ്പ് നിങ്ങൾക്ക് ശരിക്കും ഒരു വൺ സിംഗിൾ പാരഗ്രാഫിൽ നിങ്ങളുടെ വ്യൂസും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റപ്പ് എഴുതാൻ പറ്റും. ആൻഡ് ആസ് ഐ ടോൾഡ് യു, ആക്ടിവിറ്റി 6 ഇസ് ഡിസ്കസിങ് അബൌട്ട് ലെറ്റർ. ഞാൻ പറഞ്ഞ പോലെ ഇത്തരം ഇൻസിഡൻസ് വെച്ചിട്ട് ഒരുപാട് ലെറ്റേഴ്സ് ടു മെനി പേഴ്സൺസ്, ഒരുപാട് ലിങ്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Then comes review. Review of the story, the price of flowers. Theme, നിങ്ങൾക്ക് തീം ആഡ് ചെയ്യാം. സ്റ്റോറി എങ്ങനെയാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത്, ലാംഗ്വേജ് ഹി യൂസ്ഡ്, വാസ് ഇറ്റ് വെരി സിമ്പിൾ ഓർ വെരി കോംപ്ലെക്സ്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, ഹൗ ഹി ഡിസൈൻഡ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, പശ്ചാത്തലം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്, അത് ഓഥറിൻ്റെ കഴിവല്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇതുപോലത്തെ റിവ്യൂസിൽ ലൊക്കേഷൻ അല്ല, എങ്ങനെയാണ് ലൊക്കേഷൻ, ഇപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് അവർ ഇമാജിൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, കഥ നടക്കുന്ന സ്ഥലം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും കഥാകൃത്ത് എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് യു ക്യാൻ ആഡ്. സിമിലർലി ക്യാരക്ടറൈസേഷൻ, എങ്ങനെയാണ് ഈ കഥാപാത്രം ഏറ്റവും നല്ല രീതിയിലാണോ അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വേണ്ട ഇമ്പോർട്ടൻസ് ഓരോ കഥാപാത്രത്തിന് കിട്ടുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും റിവ്യൂവിൽ ആഡ് ചെയ്യാം. ഡയലോഗ്സ്, ദ വേ ഹൗ ദ ഡയലോഗ്സ് ആർ യൂസ്ഡ്, വാസ് ഇറ്റ് വെരി പവർഫുൾ, കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് മീനിങ്ങിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, was the author is successful in these matters, like that you can add. Then the opening and ending of the story, always try to give such a good comments, whether the beginning was nice, whether the ending was nice, climax നല്ലതായിരുന്നോ, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, വാട്ട് ഇസ് ദ മോറൽ ഇഫ് എനി, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ലൈക്ക് വൈസ് യു ക്യാൻ അറ്റംപ്റ്റ് എ വെരി ഗുഡ് ക്രിട്ടിക്കൽ റിവ്യൂ, വിമർശിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു റിവ്യൂ എഴുതാൻ പറ്റും. സി ആൻഡ് the very important question, reported speech. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമറാണ്. നമുക്കിത് നോക്കാം. ഈ ചാപ്റ്ററിൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. വളരെ കോമൺ ആയിട്ട് 2 മാർക്സ് 3 മാർക്സിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമർ ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ അടുത്ത ആളോട് ഒരു കാര്യം സംസാരിക്കുവാണ്. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് ഒരു കാര്യം സംസാരിക്കുവാണ്. ഇത് തേർഡ് പേഴ്സൺ മൂന്നാമതൊരാൾ കേൾക്കുവാണിത്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുവാണ്. ആൻഡ് ഹി ഈസ് നറേറ്റിംഗ് ദ സെയിം ടു എ ഫോർത്ത് പേഴ്സൺ. അയാളത് നാലാമതൊരാളോട് പറയുവാണ്. അയാൾ എങ്ങനെ പറയും? ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുവാണ്. ആ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുവാണെന്ന് വെച്ചോളൂ. ഞാനത് കേൾക്കുവാണ്. ഇയാൾ അയാളോട് പറയണതും അയാൾ ഇയാളോട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കേൾക്കുവാണ്. ഞാൻ മൂന്നാമതൊരാളാണ്, ഞാൻ കേൾക്കുവാണ്. എന്നിട്ട് ഞാനിത് നാലാമതൊരാളോട് പറയും. എങ്ങനെയായിരിക്കും പറയണത്? ഇയാൾ അവനോട് ഇങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞത് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പറയണത്. അപ്പോൾ അയാൾക്ക് മറുപടി കൊടുത്തു. സോ തേർഡ് പേഴ്സൺ സ്പീച്ച് എന്നൊക്കെ പറയും ഇതിന്. ശരിക്കും മൂന്നാമതൊരാൾ നാലാമതൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നറേറ്റ് ചെയ്യുന്നത് സെയിം ഇൻസിഡൻറ്റ്. ദിസ് ഇസ് കോൾഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ലാംഗ്വേജിൻ്റെ കേസ് ആകുമ്പോൾ അവിടെ ഗ്രാമാറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ. നമ്മൾ വെറുതെ വാഗോണ്ട് പറയുന്ന പോലെ അല്ല. നമുക്ക് നോക്കാം. ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഡയലോഗ്സ് ആണ് ശരിക്കും നിങ്ങളുടെ ആക്ടിവിറ്റി 9 ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ടിവിറ്റി 9 എടുക്കുന്നുണ്ട്. ഷീ ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ. ഷീ മീൻസ് ക്യാരക്ടർ മാഗി ആയിരുന്നു. മാഗി ചോദിച്ചു ആർ യു ആൻ ഇന്ത്യൻ. അപ്പം ഞാനത് കേൾക്കുവാണ്. മാഗി ഗുപ്തയും സംസാരിക്കുന്നത് ഞാൻ കേൾക്കുവാണ്. അപ്പം മാഗി ഗുപ്തയോട് ചോദിച്ചു ആർ യു ആൻ ഇന്ത്യൻ. അപ്പോൾ അതെങ്ങനെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ നാലാമതൊരാൾ ഞാൻ പറയുകയാണ്. എങ്ങനെയായിരിക്കും മലയാളത്തിലൊന്ന് ആലോചിച്ച് നോക്കി. മാഗി ഗുപ്തയോട് ചോദിച്ചു, അല്ലെങ്കിൽ അവൾ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഇന്ത്യനാണോ, അങ്ങനെയല്ലേ വരുള്ളൂ. അവൾ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഇന്ത്യനാണോ. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ. നമ്മൾ ഒരാൾ പറഞ്ഞത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വി ഡോണ്ട് യൂസ് ലൈക്ക് ദാറ്റ്. നമ്മളിങ്ങനെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഷീ ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇമ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, റൈറ്റ്. യെസ് ഓർ നോ ആണ് ശരിക്കും ഇതിന് ആൻസർ. ആർ യു ആൻ ഇന്ത്യൻ. ഇഫ് ഐ എം ആസ്കിങ് യു ആർ യു ആൻ ഇന്ത്യൻ, യു ക്യാൻ ആൻസർ എയ്തർ യെസ് ഓർ നോ. അല്ലാതെ ഒരു പാരഗ്രാഫ് ആൻസർ അല്ല ഇതിന്, റൈറ്റ്. യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ്. സോ ഇൻ സച്ച് കേസസ് വി ക്യാൻ യൂസ് വെദർ. അങ്ങനെ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ വി ക്യാൻ റിപ്പോർട്ട് ദ ഡയലോഗ് ദാറ്റ് ഇസ് ഷീ ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ. നമുക്ക് എങ്ങനെയാക്കാം? ദ ഗേൾ ആസ്ക്ഡ്. ഷീ മീൻസ് ഇറ്റ്സ് എ ഗേൾ, റൈറ്റ്. വി നീഡ് നോട്ട് ടു യൂസ് മാഗി ആസ്ക്ഡ്. അതിൻ്റെ ആവശ്യമില്ല. ഷീ ഈസ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാണല്ലോ ഇവിടെ. നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മതി. ദ ഗേൾ ആസ്ക്ഡ് വെദർ. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നതെങ്കിൽ വെദർ ഐ വാസ് എൻ ഇന്ത്യൻ. ഇപ്പോൾ എന്നോട് ചോദിച്ചത് ഞാൻ തന്നെ പറയുവാണെങ്കിൽ വെദർ ഐ വാസ് എൻ ഇന്ത്യൻ, അല്ലെങ്കിൽ ദ ഗേൾ ആസ്ക്ഡ് ഹിം വെദർ ഹി വാസ് എൻ ഇന്ത്യൻ. അങ്ങനെയാണ് ശരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ ആ പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ, ഒരു ഇന്ത്യനാണോ.
അങ്ങനെയല്ലേ? സിംപ്ലി ഒന്നുകൂടി ആലോചിച്ച്, ദ ഗേൾ ആസ്ക്ഡ് ഹിം വെദർ ഹി വാസ് ആൻ ഇന്ത്യൻ. സി, അപ്പോൾ ആ പ്രസന്റ് ടെൻസിൽ നടന്ന കാര്യങ്ങളൊക്കെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. കാരണം ഞാനത് കേട്ട് നിന്നപ്പോഴാണ് അത് പ്രസന്റ് ടെൻസ്. ഞാനത് നാലാമതൊരാളോട് പറയുമ്പോൾ ദാറ്റ് വാസ് പാസ്റ്റ്, ദാറ്റ് ഇൻസിഡൻറ്റ് വാസ് പാസ്റ്റ്, അത് നടന്നു കഴിഞ്ഞു. അദ്ദേഹം ഇന്ത്യൻ ആയിരുന്നോ എന്ന് ചോദിച്ചു, അങ്ങനെയല്ലേ വരുള്ളൂ. സോ ദാറ്റ് പാസ്റ്റ് ടെൻസ് വി ഹാവ് ടു യൂസ് ഇൻ ദിസ്. പാസ്റ്റ് ആണ് നടന്നതെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. കുറച്ചുകൂടി ഗ്രാമാറ്റിക്കൽ ബേസ് സ്ട്രോങ് ആക്കണം. സി, ഇതിപ്പോൾ ശരിക്കും ഈ പെർട്ടിക്കുലർ ഇലസ്ട്രേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ ശരിക്കും അവർ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി ഗുപ്ത തന്നെയാണ് ശരിക്കും ഇത് ഗുപ്തയുടെ ഫ്രണ്ടിനോട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 3 പേരുള്ളൂ ശരിക്കും അല്ലേ? മാഗി, ഗുപ്ത. സി, ഇഫ് ലെറ്റ് സി അസ്യൂം ദാറ്റ് ഐ ആം ഗുപ്ത. അപ്പോൾ എന്നോട് മാഗി സംസാരിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഐ ആം നറേറ്റിംഗ് വാട്ട് ഓൾ ഷീ ആസ്ക്ഡ് ഓർ വാട്ട് ഓൾ വി ടോക്ഡ് ടു എ തേർഡ് പേഴ്സൺ. സി, then how I will report the same. That's what's this reported speech. അങ്ങനെയാണ് നിങ്ങളുടെ സിലബസിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫോർ മേക്കിംഗ് ദ ടോപ്പിക് മച്ച് മോർ സിമ്പിൾ, അത് സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ്, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. ടു മേക്ക് ദിസ് ടോപ്പിക് മച്ച് മോർ സിംപ്ലിഫൈ ഓർ സിംപ്ലർ വി ആർ യൂസിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ലെറ്റ് us discuss. ഇതിന് ആൻസർ എന്തായിരിക്കും? യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇതല്ലാതെ ഷീ ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് എങ്ങനെ മറുപടി കൊടുക്കാം നമുക്ക്? he replied or I replied positively. ഇപ്പം ഞാൻ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യണതെങ്കിൽ I replied positively. അല്ലെങ്കിൽ he replied her, അല്ലെങ്കിൽ he replied positively. യെസ് എന്നാണല്ലോ ഉത്തരം, അദ്ദേഹം ഒരു ഇന്ത്യനാണ്. അപ്പോൾ he replied yes. അങ്ങനെയല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യണത്. യെസ് എന്ന് പറയുമ്പോൾ ഉത്തരം ശരിയാണല്ലോ, അല്ലെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഉത്തരമാണ്. നോ ആയിരുന്നെങ്കിൽ he replied negatively. See, the first case you check whether what is the verb we used. She asked, right? അതൊരു ചോദ്യമായിരുന്നു. Now this is a reply. Right? So he replied positively. അപ്പോൾ asked, replied. ഇപ്പോൾ ചോദ്യമൊന്നും ആയിരുന്നില്ലെങ്കിലോ ജസ്റ്റ് സംസാരമാണെങ്കിൽ he told എന്ന് നമ്മൾ യൂസ് ചെയ്യും, റൈറ്റ്? അല്ലെങ്കിൽ she told him, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us continue our discussion. Excuse me, are you a vegetarian? അപ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ സി, ഐ എം റെസ്പെക്ടിങ് someone, right? We have to use these kind of very good words in English in our daily life also. നമ്മൾ പെട്ടെന്ന് ഒരാൾ 2 പേര് സംസാരിക്കുന്നിടയ്ക്ക് അയാൾ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് മാനേഴ്സ് യാർ. സോ വി ഹാവ് ടു ആസ്ക് ദെയർ പെർമിഷൻ. ദാറ്റ് മീൻസ് വി ആർ റെസ്പെക്ടിങ് ദം, വി ആർ വെരി പൊളൈറ്റ്. ദാറ്റ്സ് വാട്ട് ഈസ് എക്സ്പ്ലെയിനിങ് ദെയർ, റൈറ്റ്? അതാണ് അവിടെ ശരിക്കും അവിടെ വിസിബിൾ ആവുന്നത് ഒരാളുടെ പൊളൈറ്റ്നെസ് ആണ്. സോ ഷീ വാസ് വെരി പൊളൈറ്റ് വെൻ ഷീ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ ഐ ക്യാൻ ആഡ് മച്ച് മോർ മസാല ടു ദിസ്. ഹൗ? നമുക്ക് എന്താ സംഭവിച്ചത്? എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? Then she asked me. See, that is also an imperative question. Yes or no ആണ് ആൻസർ, right? Are you a vegetarian? Yeah, I am a vegetarian. Or no, I am not a vegetarian. അങ്ങനെ, അല്ലെങ്കിൽ I am a non-vegetarian. അങ്ങനെ ആയിരിക്കും ശരിക്കും ആൻസർ. So yes or no ആണ് ഇതിൻ്റെ ആൻസർ. So I already told you, use whether in these cases. Okay, so just you try yourself how it comes. Yeah. Okay, then it will be like she asked. അല്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഈ റെസ്പെക്ട് കാണിക്കാൻ വേണ്ടി then she asked me politely എന്ന് എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലേ? എക്സ്ക്യൂസ് മീ ഉണ്ട് അവിടെ. then she, അതായത് ഒരു ചോദ്യത്തിന് ശേഷമല്ലേ, അതുകൊണ്ട് then ഞാനിത് വിവരിക്കുമല്ലേ, നറേറ്റ് ചെയ്യുമല്ലേ. then she asked me politely. എക്സ്ക്യൂസ് മീക്ക് നല്ലതാണ്, അല്ലാതെ then she asked me excuse me അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ ഈ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വേർഡേ വരില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സന്ദർഭം ക്ലിയർ ആക്കുക. വളരെ പൊളൈറ്റായിട്ട് എന്നോട് ചോദിച്ചു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്നോട് എക്സ്ക്യൂസ് മീ പറഞ്ഞു എന്ന് പറയുമോ നമ്മൾ? വെരി ഇറലവൻറ്റ്, റൈറ്റ്? സോ ദെൻ ഷി ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി വെദർ ഐ വാസ് എ വെജിറ്റേറിയൻ. അപ്പോഴും അവിടെ പ്രസൻറ്റ് ഉള്ളത് പാസ്റ്റ് ആക്കണം, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഗുപ്ത തന്നെയാണ് ഇത് നറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ ഷി ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി വെദർ ഐ വാസ് എ വെജിറ്റേറിയൻ. അല്ലെങ്കിൽ ഇഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വെദർ ഓർ ഇഫ് ഐ വാസ് എ വെജിറ്റേറിയൻ. ഓക്കെ, ദെൻ തിരിച്ച് മറ്റൊരു ചോദ്യമായിരുന്നു, അല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ മറ്റൊരു ചോദ്യമാണ് ശരിക്കും ഗുപ്ത ചോദിച്ചത്. ലൈക്ക് വൈ ഡു യു ആസ്ക് ദാറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതല്ലേ? അപ്പോൾ ഞാൻ അറിയാൻ ശ്രമിക്കുവാണ് എന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്, അല്ലേ? അറിയാൻ എൻക്വയർ ചെയ്യുവാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഐ എൻക്വയർഡ് വൈ ഷീ ആസ്ക്ഡ് ദാറ്റ്. സി, ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ഫീൽ ലൈക്ക് എ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അതുപോലെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരാൻ പാടില്ല. ആ ക്വസ്റ്റ്യനെ ഒരു സെൻറ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് നോക്കിയേ, വൈ ഷീ ആസ്ക് ദാറ്റ്. അല്ല, ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്? വീണ്ടും അല്ല, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? നോ, ദർ വിൽ നോട്ട് ബി എനി ക്വസ്റ്റ്യൻ മാർക്ക് ബിക്കോസ് ഐ വിൽ നോട്ട് മേക്ക് ദാറ്റ് സെൻറ്റൻസ് ഫീൽ ലൈക്ക് എ ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനത് ക്വസ്റ്റ്യൻ പോലെ ഫീൽ ചെയ്യിക്കാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ. സോ ഐ എൻക്വയർഡ് വൈ ഷീ ആസ്ക് ദാറ്റ്. എന്തുകൊണ്ടാണത് ചോദിച്ചത് എന്ന് ഞാനൊന്ന് ചോദിക്കാൻ ആരാഞ്ഞു, അല്ലെങ്കിൽ ചോദിച്ചു. ഓക്കെ, ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അങ്ങനെയായിരുന്നു റിപ്ലൈ.
അപ്പോൾ എന്താണ് സി വെരി ഗുഡ്. ഈ ഒരു സെൻറ്റൻസ് ഇവിടെ വന്നത് എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ പറ്റും. സി വെദർ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, നോ. വെദർ ദിസ് എൻ ആൻസർ ടു സംതിങ്, നോ. അതൊരു ആൻസർ പോലെയും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ, അതൊരു പറച്ചിലാണല്ലേ. അവൾ പറഞ്ഞു, പെൺകുട്ടി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ. സോ വി ക്യാൻ യൂസ് ഷീ സെഡ് ദാറ്റ്. ടോൾഡ് ആണ് കുറച്ചുകൂടി ഞാനൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. സെഡ് ഇസ് ഓൾസോ കറക്റ്റ്. ഷീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഷീ ടോൾഡ് ദാറ്റ്. ഷീ സെഡ് ദാറ്റ്. ഷീ ഹാഡ്, സി അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പുള്ളിക്കാരി പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു എന്ത്, ഐ ഹാവ്, ആ ഡയലോഗിൽ ഐ ഉണ്ട്. ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ആ കുട്ടി കേട്ടിട്ടുണ്ട് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അതിൽ സി ഹേർഡ് ഹിയറിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ട് അവിടെ. പാസ്റ്റിൻ്റെ അനദർ ഫോം ഗ്രാൻഡ് ഫാദർ. സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യണം അല്ലേ. പ്രസന്റ് വിൽ ഗോ ടു പാസ്റ്റ്, പാസ്റ്റ് വിൽ ഗോ ടു പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹേർഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. ഹാഡ് ഹേർഡ്, ഹാഡ് പ്ലസ് V3. Okay, so it will come like this. She said that she had heard. She had heard എന്താണ് സംഭവിച്ചിരിക്കുന്നത്? I heard എന്നായിരുന്നു ആൻസർ അല്ലേ. സോ നൗ ഇറ്റ് വിൽ ബി ലൈക്ക് ഷീ ഹാഡ് ഹേർഡ്. ഐ എന്നുള്ളത് ഷീ ആയി, ഹേർഡ് എന്നുള്ളത് പാസ്റ്റ് ആയിരുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് പോയപ്പോൾ ഹാഡ് ഹേർഡ് ആയി അല്ലേ. സി സോ ഷീ ഹാഡ് ഹേർഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഷീ ഹാഡ് ഹേർഡ് ദാറ്റ്. എന്താണ് അവിടെ ഓൾറെഡി ഒരു ദാറ്റ് ഉണ്ട്. മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അത് സിംപ്ലി നമ്മളൊന്ന് പാസ്റ്റ് ആക്കിയാൽ മതി. മോസ്റ്റ് ഇന്ത്യൻസ് വെജിറ്റേറിയൻസ് ഒന്നും നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ 6 പ്രസന്റ് ടെൻസിലാണ്. സോ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ഇൻ ടു ദ പാസ്റ്റ് ടെൻസ് വേർ. സോ ഒന്ന് ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നത്? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഹേർഡ്. ഷീ ആക്കണേ, വീണ്ടും ഐ യൂസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഷീ സെഡ് ദാറ്റ് ഐ ഹേർഡ്, നോ. ഐ ഹാഡ് ഹേർഡ്, നോ. ഷീ ഹാഡ് ഹേർഡ്. ഷീ ഹാഡ് ഹേർഡ് ദാറ്റ് most Indians were vegetarians. Okay. Then again, how is it that you know anything about India? എങ്ങനെയാണ് ഇങ്ങനെ ഇന്ത്യനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത്? So he is asking again, right? Gupta is asking a question again. So further, very good, right? അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. I further asked, see, I എന്തിനാ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? See, I already told you Gupta is narrating the incident to a third person. Okay, so Gupta can use I. Gupta is the I. I further asked, ഞാൻ വീണ്ടും ചോദിച്ചു. I further asked her how it was. See, how was it ആയിരുന്നില്ല. If it was, how was it ആയിരുന്നെങ്കിൽ then it will be again a question. See, in reported speech അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. How it was അതൊരു സെന്റൻസ് ആയി മാറി. How was it ആയിരുന്നെങ്കിൽ it is a question again. No. How it was that she knew anything about India. അപ്പോൾ how it was, how is it എന്നുള്ളത് how it was ആക്കി. That you know എന്നുള്ളത് നോയുടെ past tense new ആക്കി. So it will be like I further asked her how it was that she knew anything about India. Okay, the last one is my elder brother is in India, he is a soldier. So എങ്ങനെയാണ് ശരിക്കും രണ്ട് കാര്യങ്ങളല്ലേ. എൻ്റെ മൂത്ത ബ്രദർ ഇന്ത്യയിലാണ്, പിന്നെ അതിൻ്റെ കൂടെ എന്തുകൂടി പറയുന്നു, അദ്ദേഹം ഒരു സോൾജിയർ കൂടിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഷീ റിപ്ലൈഡ്, ഇതിനൊരു റിപ്ലൈ ആണ്. ഷീ റിപ്ലൈഡ് ദാറ്റ് ഹർ മൈ എൽഡർ ബ്രദർ, മൈ എൻ്റെ, അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവളുടെ അല്ലേ. ഹെർ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ ഉള്ളത് വാസ് ഇൻ ഇന്ത്യ. അവിടെ വെച്ച് നിർത്തുന്നുണ്ടോ ആൻസർ? ഇല്ല. വീണ്ടും പുള്ളിക്കാരി പറയുന്നു ഹീ ഈസ് എ സോൾജിയർ. സോ ആൻഡ് ആഡഡ്, വീണ്ടും ഇനിയും ആഡ് ചെയ്തു, ആൻസർ കുറച്ചുകൂടി വലുതാക്കി. ആൻഡ് ആഡഡ് ദാറ്റ് he is a soldier ഉള്ളത് he was a soldier ആവും. Very simple, right? This is the way how you are supposed to make reported speeches and make sure that you are getting full marks in this grammar question. Textbook il ee illustration valare beautiful ആയിട്ട് ചെയ്യുക. Question, answer, normal dialogue ഒക്കെ വരുന്നുണ്ട്. So I think this is more than enough. So thus your price of flower comes to an end.